വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്നുള്ള സംഭവം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് രഘു ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ, വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി. ആദ്യം അക്ക ചക്ക എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനമാണ്. അപ്പോൾ ഞാൻ അടുത്ത കുട്ടനായിരുന്നു ക്യാമറ ആംഗിൾ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്ന് അമ്പിളിച്ചേട്ടന് ഡയലോഗ് വായിച്ചു കൊടുത്തപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് എൻ്റെ ക്ലോസാണ്, ഞാൻ പറഞ്ഞത് ക്ലോസാണ്, ഇച്ചിരി ലെങ്തായിട്ട് പോവല്ലേ, ഞാൻ പറഞ്ഞത് അമ്പിളിച്ചേട്ടൻ പറയും പോലെ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒന്നും തോന്നരുത്, ഞാൻ പറഞ്ഞില്ല, ആ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാറിയിരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് മാറിയിരിക്കാം. അപ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ടൊരു ഇത് വരും, ഞാൻ പറഞ്ഞാൽ മാറിയിരിക്കാമെന്ന് പറയും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ചോദിക്കാം, റിഹേഴ്സൽ ഇല്ലാതെ എടുക്കാമെന്ന് ചോദിച്ചു ഫസ്റ്റ് ടേക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം പുള്ളി മനസ്സിലെന്തോ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. റിഹേഴ്സൽ എടുക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാം ചിരിക്കുകയും രണ്ടാമത്തെ റിഹേഴ്സലോ ആദ്യത്തെ ടേക്കോ വരുന്ന സമയത്ത് ഒരു പക്ഷേ അത്രത്തോളം വരാതിരിക്കുകയും ചെയ്താൽ ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് റിഹേഴ്സൽ ഇല്ലാതെ എടുക്കാം. അപ്പോൾ രാജസേനൻ അവിടെ നിന്ന് മാറി നിൽക്കണം, നമുക്ക് റിഹേഴ്സലും വേണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ, രണ്ടും ഓക്കെ. ഞാൻ കുട്ടേട്ടനോട് പറഞ്ഞു, കുട്ടേട്ടാ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ് ആക്ഷനും പറഞ്ഞ് ഞാൻ ഇച്ചിരി മാറി അങ്ങ് നിൽക്കും, കുട്ടേട്ടൻ നോക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞ് ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ അമ്പിളിച്ചേട്ടൻ കാണാത്ത രീതിയിൽ മാറി നിന്നിട്ട് ഞാൻ നോക്കുന്നുണ്ട്. പുള്ളി അങ്ങോട്ട് തുടങ്ങി വേലക്കാരിയായിരുന്നാലും നീ ഞാൻ മോഹവല്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിപ്പീറ്റ് അങ്ങോട്ട്, പിന്നെ പുള്ളി അവിടെ സർപ്പം പൊളയുന്ന പോലെ ആ തറയിൽ ഇരുന്നൊരു പൊളച്ചിലും എന്തൊക്കെ, ഞാനങ്ങ് തകർന്നു പോയി ചിരിച്ചിട്ട്. ഞാൻ നോക്കുമ്പോൾ കുട്ടേട്ടൻ്റെ ഷോൾഡർ ക്യാമറ കൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ, കുട്ടേട്ടൻ്റെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ കുലുങ്ങുന്നു, അവിടെ സകല പേരും വാവത്തിച്ചിരിക്കുന്നു. ഞാൻ മനഃപൂർവ്വം കട്ട് പറഞ്ഞില്ല, പോകുന്നവരെ പോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1 മിനിറ്റോ 1.25 മിനിറ്റോ ഒക്കെ പോയി പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്. പുള്ളി നിർത്തിയപ്പോഴാണ് നിർത്തിയത്, പുള്ളി നിർത്തിയിട്ടാണ് കട്ട് പറഞ്ഞത്. കട്ട് പറഞ്ഞ് 1 സെക്കൻഡ് സൈലൻസ്. ഞാനൊന്ന് കൈയടിച്ച് അവിടെ നിന്നുണ്ട്. പിന്നെ ഒരു കൂട്ട കൈയടി തന്നെയായിരുന്നു, കൂട്ടക്കൈയടി. എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഞാൻ നോക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അതായത് പുള്ളി മനസ്സിൽ എന്താഗ്രഹിച്ചോ അത് ചെയ്തു. എന്നിട്ട് ഈ കൈയടി തീർന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ ആയിരുന്നോ? ഞാൻ പറഞ്ഞു അതിന് അങ്ങനെ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല, ഡബിൾ ഓക്കെ. അപ്പോൾ ഒരു ജഗതി എന്ന പ്രതിഭയെ കുറിച്ചിട്ട് ഈ ചെറിയ ഞാൻ എന്തു പറയാനാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര കട്ട ഫാനാണ് ഞാൻ ജഗതിന്. അതായത് അന്നത്തെ ഈ മേലപ്പറമ്പിലാൺമീട് തന്നെ ഇപ്പോഴും സൂര്യ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കാണുന്ന ഒരു പടമാണ്. എനിക്ക് അതിന്റെ പശ്ചാത്തലവും ആ വീടും അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഭംഗിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പച്ച നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യൂ ആണ് ആ പടത്തിന് തന്നെ, ആ വീടും ആ കുളമൊക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മേലപ്പറമ്പിലാൺമീട് എന്ന് പറഞ്ഞ സിനിമ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജഗതിയുടെ സീനാണ് കുളത്തിൽ നിന്ന് കയറി വരുമ്പോ മീനെങ്ങനെ വടി പിടിച്ചിങ്ങനെ നിൽക്കൂല, കയറി എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറയുന്ന ആ സീനൊക്കെ ശരിക്കും ഇന്നും കാണുമ്പോൾ ആ ഒരു വലിയ പ്രതിഭയെ മലയാള സിനിമ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടാവും. ഞാനൊരു സി ക്ലാസ് തിയേറ്ററിൽ കണ്ട പടമാണ്, 6ലോ 7ലോ പഠിക്കുമ്പോൾ കണ്ട പടമാണ് മേലപ്പറമ്പിലാൺമീട്. നിങ്ങൾ ഈ മൂവി എവിടെയാണ് കണ്ടത്? ഇതിൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സീൻ എന്താണ്?